ബാധയുള്ളതായിട്ടാ തോന്നുന്നു കണ്ടിട്ട് കേട്ടോ. 2 കുട്ടിച്ചാത്തന്മാരെ നിങ്ങളുടെ കൂടെ വിടട്ടെ. മൊത്തം 390 ഉണ്ട്. എന്റെ ദൈവമേ, ഇതിന്റെ കൂടെയാണ് കളിയും ചിരിയൊക്കെ. അതെ, ഒരു 2 നിങ്ങൾ കൊണ്ടുപോകും. ആടുന്നുണ്ട് ഇതപ്പോ വീഴും. ആ കണ്ടീഷനായി വടിത്. എന്റെ പൊന്നടാ, നിങ്ങൾ ആരെങ്കിലും ഈ കുട്ടിച്ചാത്തനെ കണ്ടിട്ടുണ്ടോ? എൻ്റെ മനസ്സിൽ മറ്റേ മായാവിയൊക്കെ ഉണ്ടല്ലോ, ലുട്ടാപ്പി, ഈ കൊമ്പൊക്കെ ഉള്ള ആ രൂപമാണ് എൻ്റെ മനസ്സിലുള്ളത്. ലുട്ടാപ്പി ആ സെറ്റപ്പാണ് കുട്ടിച്ചാത്തൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രൂപം. ശരിക്കും പറഞ്ഞാൽ കുട്ടിച്ചാത്തനുമായിട്ട് അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരു സുഹൃത്തിനെ തിരക്കിയാണ് ഞാൻ ഇന്ന് പോകുന്നത് വെറും കൈയോടെ ഒന്നുമല്ല കേട്ടോ. എൻ്റെ സുഹൃത്തുണ്ട് നിസാം. ഇദ്ദേഹത്തിൻ്റെ ദേഹത്തിന് ബാധയുണ്ട്. അത് ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കുട്ടിച്ചാത്തനെ തിരക്കി പോകുന്നത്. ഇനി ഇവൻ്റെ ദേഹത്തുള്ള ബാധ പുറത്തിറങ്ങുമോ അകത്തോട്ട് കയറുമോ ഒന്നും എനിക്കറിയില്ല. രണ്ടും കൽപ്പിച്ച് കുട്ടിച്ചാത്തൻ്റെ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ഞാൻ എത്തിക്കഴിഞ്ഞ് ഇവിടെയാണ് നമ്മുടെ കുട്ടിച്ചാത്തനുമായിട്ട് ഭയങ്കര സൗഹൃദം സ്ഥാപിക്കുന്ന പ്രശാന്ത് എന്ന് പറയുന്ന ആളുള്ളത്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ എന്തും കുട്ടിച്ചാത്തൻ ചെയ്തിരിക്കും. അങ്ങനെ ഇനിയിപ്പോൾ അത്ഭുതങ്ങളുടെ ലോകത്തേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോകാൻ പോവാ. ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. നമസ്കാരം. നമസ്തേ. രൂപം തന്നെ അങ്ങനെ തന്നെ കേട്ടോ. കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ലുട്ടാപ്പി ഉണ്ടല്ലോ, മായാവിയിലെ അതേ രൂപമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഇതേ രൂപമാണ്. ഇത് കൊമ്പ് വെച്ച അസിൽ ലുട്ടാപ്പിയായി കേട്ടോ. കുട്ടിച്ചാത്തനായി. കൊമ്പില്ലെന്ന്. കുട്ടിച്ചാത്തന് കൊമ്പുണ്ടെന്ന് ആരാ പറഞ്ഞേ? ഇല്ലേ, കൊമ്പില്ലേ? എന്താ രൂപം തോന്നുന്നത് കുട്ടിച്ചാത്തന്റെ? കുട്ടിച്ചാത്തന് ഏത് രൂപവും ധരിക്കാനുള്ള കഴിവുള്ളൂ. ഇരിക്കട്ടെ, അവിടെ ഇരുന്നു. ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഇരുന്നു. അല്ല, ഞാൻ പറഞ്ഞാലേ ഈ കുട്ടിച്ചാത്തൻ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെ ലുട്ടാപ്പി പോലുള്ള രൂപ വരുന്നത്. രൂപം ഇല്ല കുട്ടിച്ചാത്തന്. ഏത് രൂപവും ധരിക്കാൻ കഴിവുള്ളവനെയാണ് കേട്ടോ. നൊടിനിടയിൽ 100,000 വേഷങ്ങൾ മാറാൻ കഴിവുള്ളതാണ് കുട്ടിച്ചാത്തൻ. അതാണ് മായക്കുട്ടിച്ചാത്തന്. മായാനും മറയാനും കഴിവുള്ളതിനെയാണ് മായക്കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത്. ഇപ്പൊ കുട്ടിച്ചാത്തൻ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്, അടുത്തുണ്ടോ? കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഉണ്ട്. ശിവാംശമായ എല്ലാവരിലും കുട്ടിച്ചാത്തന്റെ അംശമുണ്ട്. കുട്ടിച്ചാത്തന് അടുത്ത് ബന്ധം പുലർത്തുന്ന ആളുണ്ട്. ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചാത്തന്റെ ഉപാസനയാണെങ്കിൽ ആ ചാത്തന്റെ അടുത്തിരിക്കുക എന്ന് തന്നെയാണ് ഉപാസനയുടെ അർത്ഥം. അതിപ്പോ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അത് ദൃഷ്ടിഗോചരമായിട്ടുള്ളതല്ല. ഇത് ഓരോരോ എനർജി ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. അപ്പൊ നമുക്ക് എഴുന്നേറ്റുന്നല്ലോ. അപ്പൊ കമ്പുണ്ട്, വടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യമല്ലേ? അത്യാവശ്യമാണ്. ഇതൊക്കെ നെഗറ്റീവ് എനർജിയെ പുറത്ത് കളയുന്നതിന് വേണ്ടി സംഭവമാണ്. ഇങ്ങോട്ട് പ്രശ്നത്തിലേക്ക് ചോദിക്കട്ടെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിച്ചാത്തൻ വഴി എന്ത് അത്ഭുതം കാണിക്കാൻ പറ്റും? എന്തൊക്കെ ചെയ്യാൻ പറ്റും? അത്ഭുതം അല്ല നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഉപകാരപ്രദമായിട്ട് എന്തെങ്കിലും, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ചെയ്യുക. കുറേ അത്ഭുതങ്ങൾ കാണിക്കാതെ മാജിക്കാണ്. മാജിക്കും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ആ മാജിക്കല്ല നമ്മൾ സത്യം പറഞ്ഞാൽ ഈ കുട്ടിച്ചാത്തന ഉപാസന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ദേഹത്ത് ബാധ ഉണ്ടെന്നിരിക്കട്ടെ, ഈ വടി വെച്ച് തല്ലുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കുട്ടിച്ചാത്തൻ്റെ ഈ വടി കൊണ്ട് തല്ലിക്കഴിഞ്ഞാൽ ബാധയില്ലാത്തവർക്ക് വേദനിക്കത്തില്ല. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ സുഹൃത്തിനെ കൊണ്ടുവന്നിട്ട് നീ വാ, നമ്മൾ 2 പരീക്ഷണ വസ്തുവായിട്ട് ഇവിടെ മാറാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ഇദ്ദേഹം പറയുന്ന കുട്ടിച്ചാത്തൻ്റെ ഉപാസകനായ പ്രശാന്ത് പറയുന്നത് ബാധയില്ലാത്ത ശരീരത്തിൽ അടിച്ചാൽ നോവത്തില്ല, ബാധയുണ്ടെങ്കിൽ നോവും. ആർക്ക് നോവും? ഇവന് നോവത്തില്ല, കുട്ടിച്ചാത്തന് അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ബാധയ്ക്ക് നോവും അല്ലേ? അതല്ലേ? അപ്പം എന്തായാലും ഞാൻ പരീക്ഷണമായിട്ട് നിന്ന് കൊടുക്കാൻ പോവുകയാണ്. ഒരു അടി തരുക, 2 കൽപ്പിച്ചൊരു അടി തരുക. നല്ല ചൂരില്ല, സത്യം പറഞ്ഞു പോകുന്നില്ല. സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് ഈ അടി മതി വേദനിക്കാൻ. ഇല്ല, എനിക്ക് ഒരു ഈച്ച ശരീരത്തിൽ കൊള്ളുന്ന പോലെയേ ഉള്ളൂ, അത്ര ഒരു വേദനയില്ല. അപ്പൊ എന്റെ ദേഹത്ത് ബാധയില്ല. ഇനി ബാധയുടെ ഒരു കുടീരത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകും. ഇദ്ദേഹത്തിന്റെ ചന്തി കിടന്ന വടി വേദനിക്കും ഇല്ല. ഒന്നിനും കൊടുത്തേ, വേദന ഉണ്ടല്ലേ? പുള്ളിയെ ഇവിടെ നിർത്തിയിട്ടേ നമുക്ക് ബാധയുണ്ടോ നോക്കണ്ടേ? ബാധ ഉള്ളതായിട്ടാ തോന്നുന്നു കണ്ടിട്ട് കേട്ടോ. ബാധ എന്ന് പറയാൻ എന്തൊരു ബാധയായിരിക്കും കയറുന്നത്? അത് മനുഷ്യന്റെ ആത്മാക്കളാണോ ഉദ്ദേശിക്കുന്നത്? അത് പല രീതിയിലുണ്ട് കേട്ടോ. മണ്ണെണക്കി പെണ്ണണക്കി മാഞ്ചാട്ടി മരംകുലിക്ക് മിന്നോടി പ്രേതങ്ങൾ മടി കൊടുക്കുക മന്ത്രം കൊടുക്കുക 5, 4, 9 സ്വരൂപങ്ങൾ ഈ പ്രേതകലകളായിട്ട് ഉണ്ട് മനുഷ്യ ശരീരത്തിൽ ബാധിക്കുന്ന നാട്ടുബാധകൾ എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന നാട്ടിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്ന് ആകാശത്തിന് കീഴ് കരയിൽ വെച്ചോ വാഹനത്തിൽ വെച്ചോ മരിച്ചവും ദുർമരണപ്പെട്ടവും മറ്റുള്ളവർ മുഖേന മരിപ്പിച്ചതുമായ സ്ത്രീപ്രേതങ്ങളുണ്ട്, പുരുഷപ്രേതങ്ങളുണ്ട്, 4448 കോടി പുറവർഗ്ഗങ്ങളുണ്ട്. അങ്ങനെ പല ഭൂതപ്രേത വിശ്വാസങ്ങൾ പല രീതിയിലാണ്. ഈ തൂങ്ങിച്ചത്ത ഒരു സ്ഥലത്ത് പോവുകയാണ്, അതിന്റെ ബാധയൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറും. അത് ബാധയല്ല, അത് സത്യം പറഞ്ഞ ഒരു നെഗറ്റീവ് എനർജിയാണ്. ഇവ മരിച്ച വീട്ടിൽ പോയാൽ അവിടുത്തെ ഒരു ഫീലിംഗ് ഇല്ലേ, ആ ഫീലിംഗിന് എന്നാ നമ്മൾ പറയുന്നത്? ഒരു മരണ ഫീലിംഗ് ഇല്ലേ? അത് കല്യാണ വീട്ടിൽ പോയ ഫീലിംഗ്. അതന്നെ, ഇത് നമ്മളെ മനസ്സിനെ ബാധിക്കുന്നുണ്ട് ഇല്ലേ?
അതെ ഉറപ്പാടുണ്ട്. ചിലവരുടെ മനസ്സിൽ ചില ഫീലിംഗ് വന്നാൽ അത് വെളിയിലേക്ക് നമ്മൾ മരണ വീട്ടിൽ പോയിട്ട് വന്നാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ആ ഫീലിംഗ് നമ്മുടെ മനസ്സിലുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും. പക്ഷേ ഇങ്ങനെയുള്ള ചില മരണ വീടുകളിലോ ഈ ദുർമരണപ്പെട്ടോടത്തോ ഒക്കെ പോയി കഴിഞ്ഞാൽ ചിലർക്ക് ഈ ഫീലിംഗ് മനസ്സിൽ കയറിയാൽ അത് വെളിയിലേക്ക് പോകില്ല. മനസ്സിലായി. അതിനാണ് ബാധയെന്ന് പറയുന്നത്. അത് നെഗറ്റീവ് എനർജി ആയിട്ട് തന്നെ ശരീരത്തിൽ സ്ഥിരം നിൽക്കും. അതിനെ ഇറക്കി കളയുന്നതിനാണ് ഈ ബാധ ഉച്ചാടനം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കഴിവൊക്കെ ഉള്ള ആളാണ് താങ്കൾ. അപ്പം എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ദേഹത്തുള്ള ബാധ മാറ്റണം. കുട്ടിച്ചാത്തം വഴി മാറ്റിയേ പറ്റത്തുള്ളൂ. അപ്പം അതിനുവേണ്ടി നമ്മളൊരു ഫലിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കണ്ടറിയല്ലേ? അത് തന്നെ നമുക്ക് നോക്കാം. അപ്പം ഞാൻ പരീക്ഷണ വസ്തുവായിട്ട് ഇദ്ദേഹത്തെ ഇട്ട് തരികയാണ്. ഇനി ആകാംക്ഷയുടെ നിമിഷങ്ങളാണ്. ഞാൻ കൊണ്ടുവന്ന സുഹൃത്തിൻ്റെ ദേഹത്ത് ബാധയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അദ്ദേഹം പണി തുടങ്ങി. പേരെന്നാ? നിസാം എന്ന് പറഞ്ഞ ഈ ശരീരത്തിൽ ബാധിച്ചിട്ടുള്ള തെക്കൻ വടക്കൻ ആമകുല പണ്ടാര പിശാചി സൂര്യ വസന്തമാൻ ഗർഭപ്രേതം ഗർഭേക്ഷി നീചപ്രേതം നീചേക്ഷി ആറ്റിപ്രേതം തൊട്ടിപ്രേതം തള്ളതീനി പിള്ളതീനി എല്ലുകടിയും മുള്ളുകടിയും ചെള്ളതീനി ചമ്പതീനി ശവന്തീനി മുതലായ മൂർത്തികൾ ബാധിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം കേട്ടോ. നോക്കണം, ഈ വടിയിലേക്ക് നോക്കണം. വടിയിലോട്ട് നോക്കാൻ. വടിയിലാണ് കളി ഇരിക്കുന്നത്. ഇനി എന്താ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. ഇവൻ വീഴുവാണെങ്കിൽ പിടിക്കാൻ വേണ്ടി തന്നെ ഞാൻ നിൽക്കുവാണ്. ഒരു എനർജി വരുന്നുണ്ടോ? ആടുന്നുണ്ട്. ഇതപ്പോൾ വീഴും. ആ കണ്ടീഷനായി വടി എന്റെ പൊന്നടാ. ഒരു എനർജി വന്നിട്ടില്ലേ? വന്നോ? വന്ന സംഭവം നിനക്കിപ്പോ എന്താ പിടിക്കണോ? എനർജി വന്നിട്ടുണ്ടോ? എന്താ അനുഭവപ്പെട്ടെ? പോയതാണോ? ഒരു വൈബ്രേഷനാണോ? ഇവനെ തൂക്കി ഒന്ന് എറിയാൻ പറ്റുമോ അങ്ങോട്ട്? ഒന്ന് ഇവിടെ നിൽക്കുക. നീ മറിഞ്ഞു വിടാൻ ഞാൻ സഹിച്ചു. നീ ഇല്ലെങ്കിൽ നീ കുഴപ്പമില്ല. ഇവന് തൂക്കി കുട്ടിച്ചാത്തം വഴി ഒന്ന് എറിയോ? തൂക്കി എറിയാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മുടെ സുഹൃത്ത്, ഞാൻ പിടിക്കാം, സുഹൃത്തിനെ തൂക്കി എറിയുന്ന സംഭവം അതിനൊരു രീതികളുണ്ട്. ഇതൊക്കെ പ്രവർത്തിക്കുന്ന പ്രശാന്തേട്ടനം വഴിയല്ല കേട്ടോ. ബാക്കിൽ പുള്ളിയുടെ ബാക്കിൽ നിന്നു കേട്ടോ. എന്റെ പല്ലൊക്കെ ഇടിച്ച് പൊളിക്കല്ലേ മോനെ കേട്ടോ. ഒന്ന് പിടിച്ചു നോക്കി. പിടിച്ച്. അപ്പം കുട്ടിച്ചാത്തം പണി തുടങ്ങാൻ പോവുകയാണ്. ഇതാണ് സംഭവം. കുട്ടിച്ചാത്തം ഇല്ല എന്ന് പറയുന്നുള്ള മറുപടിയാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾക്കെല്ലാം തമാശ. ആകാംക്ഷയുടെ നിമിഷങ്ങളാണ്. എന്ത് സംഭവിക്കും? എൻ്റെ കൈകളിലേക്ക് ഇതാ ഒരാൾ വരാൻ പോവുകയാണ്. അയ്യോ ഇവിടെ പൊന്നെ തെറിച്ചു തന്നോ? ശരിക്കും പറഞ്ഞ എന്തൊരു ജീവിതത്തോടെ നിന്റെ ദേഹം മുഴുവൻ ബാധയാണല്ലോ. ഇവന്റെ ദേഹത്ത് ബാധ കാണാൻ പറ്റുമായിരുന്നു? എനിക്ക് കാണാൻ പറ്റില്ല, അവനെ അറിയത്തുള്ളൂ. അല്ല, എന്നാലും ഇവന്റെ ദേഹത്തുള്ള സംഭവങ്ങൾ കാണാൻ പറ്റുമായിരുന്നു ബാധ? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി ഉള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മൾ ഈ ചെയ്യുന്ന ഫീലിംഗ് അറിയുള്ളൂ. അല്ലാത്തവർക്ക് അറിയാൻ പറ്റത്തില്ല. പിന്നെ കുറെയൊക്കെ പുള്ളി അങ്ങോട്ട് ഇതിന്റെ അനുസരിച്ച് ആ പവറിനനുസരിച്ച് ചലിക്കുന്നതാണ്. അപ്പൊ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞ സംഭവം ശരിയാണ് തീർച്ചയായിട്ടും. അപ്പൊ യഥാർത്ഥത്തിലാണ് ഈ കുട്ടിച്ചാത്തൻ എന്ന് പറയുമ്പോൾ അതേ രൂപം കൂടെയാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ കുട്ടിച്ചാത്തൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തമാശയായിരുന്നു. അപ്പൊ ഉണ്ടെന്നുള്ള ഇപ്പൊ തെളിവായി അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ പ്രേക്ഷകരോട് പറ, കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്നുള്ള തെളിവ് പറ. കുട്ടിച്ചാത്തൻ 390 കുട്ടിച്ചാത്തന്മാരുണ്ട് കേട്ടോ. 10 കുറേ 400 കുട്ടിച്ചാത്തന്മാരെന്നും പറയും. അപ്പൊ ഇതിപ്പോ തൊട്ടടുത്ത് തന്നെ നിൽക്കുവാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഒരു കാര്യം, നിങ്ങളുടെ കൂടെ കുട്ടിച്ചാത്തൻ ഉണ്ടെന്ന് പറയുന്നു. ഈ കുട്ടിച്ചാത്തിനെ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുക, ആൾക്കാരെ കളിപ്പിക്കാം, രൂപം മാറാം, അതൊക്കെ ചെയ്തൂടെ? എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരിപ്പം കുറവാണ് കേട്ടോ. എന്തുകൊണ്ടെന്നാൽ പണ്ട് ഒഡി സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ബഹളം കാണിക്കുമോ? ഒരു ശത്രു നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമോ? നിങ്ങൾ എങ്ങനെ പിടിച്ച് നിർത്തുമെന്ന് എനിക്ക് അറിയണം. കുട്ടിച്ചാത്തൻ പ്രവർത്തിക്കുവാണെങ്കിൽ നിർത്താൻ പറ്റുന്നില്ലേ പറഞ്ഞേക്കുന്നത്? കുട്ടിച്ചാത്തൻ്റെ പ്രവൃത്തിയല്ല, അത് മർമ്മപ്രയോഗങ്ങൾ ഉണ്ട് ഇതിനകത്ത്. അവിടെ നിന്നു ഈ ഒരു കൈ അകലം വന്നു കഴിഞ്ഞാൽ തന്നെ അയാളെ തൊട്ട അയാൾ അങ്ങോട്ട് നീങ്ങിപ്പോകും കേട്ടോ. അതാണ് പവറാണല്ലേ? അതൊന്ന് ഒരു വിരലിൻ്റെ പവർ അതാണ്. ഇത് മർമ്മപ്രയോഗങ്ങളിൽ പറ്റാം, അത് കുട്ടിച്ചാത്തൻ്റെ അല്ല കേട്ടോ. പക്ഷേ ഈ ഉപാസനയൊക്കെ പഠിക്കുക, കുട്ടിച്ചാത്തൻ്റെ ഉപാസന പഠിച്ചെങ്കിലേ ചിലപ്പോൾ ഗുരുനാഥൻ ഇത് പഠിപ്പിച്ചു തരുള്ളൂ. അപ്പം നമുക്ക് ഈ പറയുന്നതിൽ ഓരോ സ്ഥലത്തും ഓരോ വിശ്വാസങ്ങളുണ്ട്, ഓരോ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്, എല്ലാ സംഭവമുണ്ട്. പാട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ കുട്ടിച്ചാത്തൻ്റെ ഉപാസകനാണ് ഇദ്ദേഹം. അപ്പോൾ കുട്ടിച്ചാത്തൻ പലരും കളിയാക്കാറുണ്ടോ? നിങ്ങൾക്ക് വേറെ പണിയില്ല, ഇങ്ങനെയൊക്കെ ഇല്ലെന്ന് കളിയാക്കാറുണ്ടോ? ഒരുപാടുണ്ട്. അപ്പോൾ അതിനൊക്കെ എങ്ങനെ തരണം ചെയ്യുന്നത്? ഇപ്പം നിങ്ങൾക്ക് അച്ഛനില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? എന്ന് പറഞ്ഞാൽ ചിലതിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല. എങ്ങനെ കുട്ടിച്ചാത്തൻ്റെ ഒരു ഇത് ഞാൻ രോഗം എന്ന് തന്നെ പറയാം എൻ്റെ ഭാഗയിൽ അതെങ്ങനെയാണ് വന്ന് അറിഞ്ഞെങ്ങനെ? അത് എന്ന് പറഞ്ഞാൽ പഠിച്ചെടുക്കുന്ന ഇപ്പം നമ്മൾ സയൻസ് പഠിക്കണമെങ്കിൽ സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഗ്രന്ഥങ്ങൾ വായിക്കണം. അങ്ങനെയുള്ള കൈകാര്യം ചെയ്യുന്ന ആൾക്കാരോട്
ചോദിച്ചു എത്രാമത്തെ വയസ്സിലാണ് കുട്ടിച്ചാത്തനായിട്ട് ഉപാസകനായി? ഞാൻ പറഞ്ഞ ഒരു 15 വയസ്സ്. വേറെ ഒരുപാട് സംഭവം ജിന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്തോ കാളിയുണ്ട്, അങ്ങനെയുള്ള പല സംഭവങ്ങളുടെ ഉപാസകർ ഒത്തിരി ഉണ്ട്. ഈ കുട്ടിച്ചാത്തിന് മാത്രം തിരഞ്ഞെടുക്കുന്ന കാര്യം നമ്മൾ ഒരു വ്യക്തിയെ ഭ്രമിപ്പിക്കാൻ കഴിവുള്ളതിനെയാണ് ആഗ്രഹം കൂടുക, ഇല്ലേ? അതെ. രൗദ്രഭാവത്തോട് എല്ലാവർക്കും ഒരു ഭയമാണ്. കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു കളി സമ്പ്രദായമായിട്ട് തോന്നും. നമുക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യനോട് അടുത്ത് വരുന്ന, ഏറ്റവും കൂടുതൽ പൂർവികന്മാരെ ആരാധിച്ചു പോന്നിരുന്ന ഒരു മൂർത്തിയും കൂടിയാണ് കുട്ടിച്ചാത്തൻ. ഈ കുട്ടിച്ചാത്തൻ വഴി എല്ലാ കാര്യം സാധിച്ചെടുക്കാൻ പറ്റുമോ? എല്ലാ കാര്യവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നേടാനുള്ള ഒരു ഉപാധിയാണ് കുട്ടിച്ചാത്തൻ, അല്ലേ? തീർച്ചയായും. അപ്പോൾ ഞാൻ കുട്ടിച്ചാത്തനെ നാളെ തൊട്ട് സേവിക്കുമോ? കുട്ടിച്ചാത്ത എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ കൂടെ കാണുമെന്ന് പറഞ്ഞ് എൻ്റെ കാര്യം നടക്കുമോ? ഇല്ല. പിന്നെ അതെന്ന് പറഞ്ഞാൽ അതിനൊരു നിങ്ങൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാതെ നിങ്ങൾക്ക് റിസൾട്ട് നോക്കിയാൽ കാണുമോ? ഇല്ല. അപ്പം നിങ്ങളിൽ മാത്രം നിമിഷത്തിലാണ് കുട്ടിച്ചാത്തൻ? അല്ല, അതിന് ഓരോരോ പടികളുണ്ട്. ആ പടികൾ അനുസരിച്ച് കയറി വരുന്നവർക്ക് മാത്രമേ അവിടെ എത്തിച്ചേരാൻ. ആ പടികളിൽ എത്തിച്ചേർന്നു, താങ്കൾ എത്തിച്ചേർന്നു? തീർച്ചയായിട്ടും ആ പടികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, എത്തിച്ചേർന്നു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ കുട്ടിച്ചാത്തൻ നിങ്ങളിലേക്ക് വന്നിട്ട് ഈ വാച്ച് ഒന്ന് സ്തംഭിപ്പിക്കാൻ നിർത്താൻ പറ്റുമോ? നിർത്താൻ പറ്റും. നമുക്കൊരു പ്രേക്ഷകർക്ക് വേണ്ടി ഇത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും നമുക്കൊരു സാമ്പിൾ സൗജന്യം കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ വാച്ചിൽ സൂക്ഷിച്ച് നോക്കിയാൽ കുട്ടിച്ചാത്തൻ നോക്കി കഴിഞ്ഞ് നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സൂചി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറയിൽ എത്രത്തോളം പതിയെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ പ്രശാന്ത് അതിലേക്ക് സൂക്ഷിച്ച് നോക്കുകയാണ്. നിന്നോ? നിന്നായിട്ട് തോന്നില്ല? അവിടെ സ്റ്റക്കായല്ലോ. നിന്നല്ലേ? ഇവിടെ നിന്നിട്ടുണ്ട്. അവിടെ ഞാൻ കൈ പിടിച്ചോട്ടെ. നിന്ന് കേട്ടോ, സംഭവം നിന്നിട്ടുണ്ട്. ഞാൻ സൂക്ഷിച്ച് നോക്കി, എനിക്ക് കാണാൻ പറ്റി സംഭവം നിന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണും? ചെറിയ സൂചിയല്ലേ? അപ്പോൾ എന്തായാലും നിർത്തി അല്ലേ? അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ശക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള ഒരു വിശ്വാസം ആണ് എല്ലാം നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ താങ്കളുടെ കുട്ടിച്ചാത്തൻ്റെ അകത്തോട്ട് പോയിക്കോളൂ, ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ്. അപ്പോൾ കുട്ടിച്ചാത്തനെ ഈ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ യാത്ര ചോദിക്കുവാണ്. അപ്പോൾ കുട്ടിച്ചാത്തനെ പൊന്നുപോലെ നോക്കണം. ആർക്കും കുട്ടിച്ചാത്തന്മാരെ നിങ്ങളുടെ കൂടെ വിടട്ടെ? അയ്യോ, എൻ്റെ കൂടെ വിടരുത്. എനിക്ക് ആവശ്യം കുട്ടിച്ചാത്തൻ അവിടെ ഉണ്ട്. എത്ര കുട്ടിച്ചാത്തന്മാർ കൂടുതലാണ് ഇവിടെ, അല്ലേ? എത്ര കുറ്റങ്ങൾ? മൊത്തം 390 ഉണ്ട്. എൻ്റെ ദൈവമേ, ഇതിൻ്റെ കൂടെയാണ് കളിയും ചിരിയൊക്കെ. അതെ, ഒരു 2 നിങ്ങൾ കൊണ്ടുപോകോ, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കുട്ടിച്ചാത്തൻ 2 തന്നു കിടത്തുന്ന പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയും കുട്ടിച്ചാത്തൻ പറഞ്ഞാൽ ഒരേ രൂപമായിരിക്കും? ഇല്ല, അത് പല രൂപത്തിലായിരിക്കും, പല രൂപത്തിലും പല ഭാവത്തിലും. വീട് നേരെ കുട്ടിച്ചാത്തന്മാർ അത് തന്നെ അല്ലേ? കിടക്കുന്നവരുണ്ടാവും, കളിക്കുന്നവരുണ്ടാവും, അതന്നെ, പല പണി ചെയ്യുന്നവരുണ്ടാവും. അതുണ്ടാവും. ഇനിയിപ്പം അങ്ങോട്ട് എന്ത് ചെയ്യാൻ പോകും കുട്ടിച്ചാത്തൻ? ഇത് ഓടും കുട്ടി, ചാടും കുട്ടി, വട്ടക്കുട്ടി, നീളക്കുട്ടി, അഖിലാണ്ടപ്പക്കുട്ടി, വാഗനെല്ലൂർ കുട്ടി, വടകനെല്ലൂർ കുട്ടി, ദൊങ്കലാടും കുട്ടി, കുടുംബാളക്കുട്ടി എന്ന് പറഞ്ഞ പല ഇല്ലങ്ങളിലും ഒക്കെ താമസിക്കുന്ന കുട്ടികളാണ്. ഓരോരുത്തരും ഓരോ ഇല്ലക്കാർക്കായിട്ട് വീതിച്ചു കൊടുത്തു ചാത്തന്മാരെ. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ പോവാ, ഇനിയിപ്പോ ആ കുട്ടിച്ചാത്തന്മാർ എന്ത് ചെയ്യാൻ പോകും? നിങ്ങൾ ഇനി അവരോട് വന്ന് കുറച്ചു നേരം വർത്താനമൊക്കെ പറയും, കുറച്ചു നേരം ചീട്ട് കളിക്കും. എന്തായാലും വെളിയിൽ നിന്ന് മനുഷ്യന്മാരെല്ലാം ജീവിച്ചു പോകും. അപ്പൊ എന്തായാലും ഇനി ചീട്ട് കളിക്കാൻ വേണ്ടി ഞാൻ പ്രശാന്ത് ഏട്ടനെ അങ്ങോട്ട് വിടുകയാണ്. ഇനി അവരെ പാടായി. അപ്പോൾ ഇതാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വേണമെങ്കിൽ വിശ്വസിക്കാം, വേണ്ടാത്തവർക്ക് അവിശ്വസിക്കാം. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി വിടുകയാണ്. എന്തായാലും ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അറിയാ കഥയുമായി വീണ്ടും ഞാൻ എത്തും. അതുവരേക്കും